അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ. നമുക്ക് സേമിയ വെച്ചിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉപ്പുമാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം സേമിയ ഒന്ന് വറുത്തെടുക്കണേ. അപ്പൊ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് സേമിയ കൂടി ഇട്ട് കൊടുക്കണ്ടേ. സേമിയ ഇനി റോസ്റ്റഡ് സേമിയ ആണെങ്കിലും സാധാ നമ്മൾ വറുക്കാത്ത സേമിയ ആണെങ്കിലും ഏതാണെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് വറുത്തെടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഉപ്പുമാവിന്. അപ്പൊ ഞാൻ എന്താ അവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കണ്ട് കേട്ടോ. ഈ സേമിയ നന്നായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആണ് വരെ ഒന്ന് വറുത്തെടുക്കണേ. ഇത് റോസ്റ്റഡ് സേമിയ ആയതുകൊണ്ട് പിന്നെ അധികം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ എടുക്കുന്ന സേമിയ ആണെന്നുണ്ടെങ്കിൽ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വറുത്തെടുക്കണേ. അപ്പൊ ഞാൻ എന്താ സേമിയൊക്കെ വറുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സേമിയ വറുത്തതിന് ശേഷം ആ വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ വെക്കരുത്. അതിന്റെ ചൂട് കൊണ്ട് സേമിയ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതാ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണ്ടേ. പിന്നെ കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കണ്ടേ. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് ഉഴുന്നും കൂടി ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടുന്ന വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇതുപോലെ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വറ്റൽമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ ഇഞ്ചിന്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞിട്ടുള്ളതാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് നരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടേ. ഇപ്പൊ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ 1 കപ്പ് സേമിയക്ക് 1.25 കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഇവിടെ 1 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പൊ അത് ഇവിടെ നന്നായിട്ടും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സേമിയം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ എന്താ അവിടെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ സേമിയ ഇട്ട് കൊടുത്ത അപ്പൊ തന്നെ വേഗത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് തന്നെ കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസും സേമിയും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാന്. അപ്പൊ ഇത് 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ സേമിയ പകുതി വരെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ട് കേട്ടോ വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നാക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടേ. അല്ലെങ്കിൽ അടുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്താ അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. തേങ്ങ ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ലേ. തേങ്ങ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇട്ട് കൊടുത്തിട്ടില്ല വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ. അപ്പൊ ഇതാ ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. സേമിയൊക്കെ വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. ഇനി നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കേട്ടോ.
അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. നമ്മളെ നെയ്യും പഞ്ചസാരയൊക്കെ സേമിയയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മിനിറ്റിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവാണ് ഇട്ടത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഈ സേമിയ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ 3 മണിക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.